ഈശോയേ, ആ ഇതാര്? ഇന്ന് എന്ത് പരാതിയായിട്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് വന്നേക്കണേ? കേക്കട്ടെ, പറ 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 കേക്കട്ടെ. പരാതിയോ? എനിക്കോ? പരാതിയൊന്നുമില്ല, ഒരു കുറ്റം പറയാനാ. അത് ശരി, കഴിഞ്ഞ തവണ ഞാൻ ഇനി ആരെ പറ്റിയും കുറ്റം പറയില്ലാന്ന് പറഞ്ഞിട്ട് പോയ പെണ്ണാണ്. അപ്പം നോക്കിയേ. എന്ത് ചെയ്യാനാ ഈശോയെ, സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ? ഹാ, എന്നാണേലും നീ പറ കേക്കട്ടെ. എങ്ങനെ ഈശോയെ, നമ്മൾ ഒത്തിരി ട്രസ്റ്റ് ചെയ്ത് സങ്കടത്തിൽ അവരോടൊപ്പം നിന്നിട്ട് എപ്പോഴും കൂടെ കാണുമെന്ന് കരുതിയിട്ട് കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഈ പുതിയത് കിട്ടുമ്പോൾ പഴയത് മറക്കാൻ പറ്റുന്നേ? ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇനിയിപ്പോൾ എന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമല്ലേ? ആ ഇതായിട്ട് നീ എന്താ വരാത്തെ ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കുവായിരുന്നേ. ഓ, അപ്പം എല്ലാം അറിയാം എന്നിട്ടാണ്. കുഞ്ഞി പെണ്ണേ, നിന്റെ സങ്കടം ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ചാല്, ആ മതി, പത്രോസ് യൂദാസും അല്ലേ? അറിയാം. ഓ ഒന്ന് ഇമോഷണൽ ആവാനും കൂടെ സമ്മതിക്കില്ലോ. ആ കാര്യത്തിലോട്ട് വരാം. കുഞ്ഞിപ്പെണ്ണെ, നിനക്ക് ഇത്ര അധികം സങ്കടം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഓർത്തു അവൾ നിന്നെ വിട്ടിട്ട് പോകില്ലാന്ന്, എന്നും കൂടെ കാണുന്നു, എപ്പോഴും സംസാരിക്കും, എങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലേ ആ ഒരു ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ടായ. ചിലരൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായിട്ടാണേ. ഇതും അങ്ങനെ കരുതിയാൽ മതിയെന്നേ. ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു സമയം നീ വേണമായിരുന്നു. കാരണം എൻ്റെ കൊച്ച ആരാ? നീ എൻ്റെ കൊച്ചല്ലേ, അതുകൊണ്ടല്ലേ. നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. എപ്പോഴും ഓടിക്കയറാനും അടിയുണ്ടാക്കാനും പിണങ്ങിയിരിക്കാനും എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തുറന്നിങ്ങനെ ഇട്ടേക്കുമല്ലേ. അല്ലല്ലേ ഈശോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ലവ് യു.